കോറി ക്രഷർ ഉൽപ്പന്നങ്ങളുടെ അമിതമായ വില വർധനവ് അംഗീകരിക്കാനാവില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബഹുമാനപ്പെട്ട കലക്ടർ മുമ്പാകെ നടന്ന ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് ജെല്ലി വാർപ്പിൻ്റെ ജെല്ലിക്ക് 35 രൂപയും പാറപ്പൊടിക്ക് 33 രൂപയും ബേബി ജെല്ലിക്ക് 33 രൂപയും നിജപ്പെടുത്തി ധാരണയായി. അങ്ങനെ ഏകദേശം ഒരു വർഷത്തിൻ്റെ മേലെ, ഒരു വർഷവും 4 മാസവും ഈ കഴിഞ്ഞ 2024 നവംബർ മാസം വരെ അതേ വില ഈ ക്രഷറിലെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചു. കഴിഞ്ഞ നവംബറിൽ 3 രൂപ വർദ്ധിപ്പിച്ച് 36, 38 എന്നീ നിലകളിൽ കച്ചവടം ചെയ്തു. ജനങ്ങളുടെയോ അല്ലെങ്കിൽ ആരുടെയോ എതിർപ്പ് ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ വീണ്ടും 7 രൂപ വർദ്ധിപ്പിച്ച് 43 രൂപയിലേക്ക് എത്തിച്ചു. അങ്ങനെ ഇവിടെയുള്ള തൊഴിലാളി സംഘടനകളും ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും ആളുകളൊക്കെ ചേർന്ന് പ്രതിഷേധ സമരങ്ങളെല്ലാം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി ജില്ലാ ഭരണാധികാരികളുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനം പരിഗണിക്കാതെയാണ് വർധനവെന്നും അവർ ആരോപിച്ചു. കോഴിക്കോട് ജില്ലയെക്കാളും ഗണ്യമായ വർധനവാണ് പാനൂർ മേഖലയിൽ ഉള്ളതെന്നും ന്യായമായ വർധനവുമായി സഹകരിക്കുമെന്നും, എന്നാൽ ഒരു മാനദണ്ഡവുമില്ലാത്ത വലിയ തോതിലുള്ള വർധനവ് പിൻവലിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കളായ TP അനീഷ്, KP രാജീവൻ, VK രവീന്ദ്രൻ, P പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതേ സ്ഥലത്ത് കുറ്റ്യാടി ഭാഗങ്ങളിൽ പൊടി 31 രൂപയും ചിപ്സ് 37 രൂപയും ജെല്ലി 37 രൂപയും എന്ന നിലയിലാണ് ഇവിടെ വിറ്റഴിക്കുന്നത്. വില വർധനവിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കുന്നോത്തുപറമ്പ് മുതൽ ചെറുപറമ്പ് വരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. മേഖലയിലെ ടിപ്പർ തൊഴിലാളികൾ, ഉടമകൾ, ഇന്റർലോക്ക്, ഓളോബ്രിക്സ് തൊഴിലാളികൾ, കുടുംബാംഗങ്ങൾ എന്നിവർ മാർച്ചിൽ പങ്കെടുത്തിരുന്നു. ബാധിക്കുന്ന കരിങ്കൽ കോറി, അതിൻ്റെ ഉൽപ്പന്നങ്ങൾ, മറ്റ് ഉപോൽപ്പന്നങ്ങളൊക്കെ സംബന്ധിച്ച് അതിൻ്റെ കോറി ഉടമകൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന തൊഴിലാളി യൂണിയനും കലക്ടറുമായിട്ട് നടന്നിട്ടുള്ള ചർച്ചയൊക്കെ കാറ്റിപ്പുറത്തേക്കൊണ്ട് ഏകപക്ഷീയമായി അതിൻ്റെ വില വർദ്ധിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അത് നമ്മളെ നിർമ്മാണ മേഖലയെയും പ്രത്യേകിച്ച് തൊഴിലാളികളെയും ഗുണഭോക്താക്കളെയും ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നിരന്തരമായ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. സമഗ്ര ന്യൂസ്, പാനൂർ.